Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala ashrafir rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അക്രമാസക്തമായ ജാഹിലിയത്തിന്റെ നാൾവഴികൾ നന്മ നിറഞ്ഞ നേർവഴികളാക്കി മാറ്റിയ മുത്തു ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യസുദിനത്തിൽ സ്നേഹപ്രവാചകൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ സ്നേഹവും സമർപ്പണവുമായിരുന്നു. ആക്ഷേപകർക്ക് പുഞ്ചിരിയുകയും ആക്രമണങ്ങൾക്ക് സമോസനമേകുകയും ആർദ്രത കൈവെടിയാതെ ആരിലും സ്നേഹസുതേകിയ മുത്തു ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. എങ്കിലും ചെറിയൊരു കാര്യം ഞാൻ ഉണർത്താം. നിങ്ങൾ സെയ്ദ് റളിയല്ലാഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സെയ്ദ് റളിയല്ലാഹു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉമ്മയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു കൊള്ളസംഘം വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മക്കയിലെ ഉക്കാള ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അന്ന് അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന കാലമായിരുന്നു. അങ്ങനെ ഒരാൾ അടിമച്ചന്തയിൽ നിന്നും ആ കുട്ടിയെ വാങ്ങി ഖദീജ ബീവിക്ക് നൽകുകയുണ്ടായി. ഖദീജ ബീവി തന്റെ വിവാഹ സമയത്ത് വിവാഹ സമാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കുട്ടിയെ നൽകി. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മക്കയിലേക്ക് വന്ന ആരോ ഈ കുട്ടിയെ തിരിച്ചറിയുകയും സെയ്ദ് റളിയല്ലാഹുവിന്റെ ഉപ്പയെ വിവരം അറിയിക്കുകയും ചെയ്തത്. തന്റെ മകനെ എന്ത് വില കൊടുത്തും വാങ്ങാനായി സെയ്ദ് റളിയല്ലാഹുവിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. നടന്ന സംഭവങ്ങളൊക്കെയും പറഞ്ഞു. എന്റെ മകനെ എനിക്ക് തിരിച്ചു നൽകണമെന്നും താങ്കൾ ചോദിക്കുന്നത് തരാമെന്നും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ അവൻ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ കൂടെ അവൻ പോരുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം, പകരം എനിക്കൊന്നും വേണ്ട. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു പിതാവിനെ തിരിച്ചറിഞ്ഞു. പിതാവ് പറഞ്ഞു, മോനെ നിന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് എന്ന്. ഇത് കേട്ട സെയ്ദ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്നായിരുന്നു. അപ്പോൾ പിതാവ് ചോദിക്കുന്നുണ്ട്, മകനെ നിനക്ക് ഇവിടെ റെഡിമേഡ് കഴിയാനാണോ താല്പര്യമെന്ന്. നേരത്ത് സെയ്ദ് റളിയല്ലാഹു പറഞ്ഞ മറുപടി, ഞാനിവിടെ റെഡിമേഡായിട്ടല്ല കഴിയുന്നത്, ഈ കുടുംബത്തിലുള്ളവരെക്കാൾ സ്നേഹം ലഭിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഇവിടെ കഴിയുന്നത്, അതുകൊണ്ട് ഇവരെ വിട്ട് പോരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹു ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ നീ എൻ്റെ മകൻ തന്നെയാണ് എന്ന്. വെറും റെഡിമേഡ് തന്റെ മകനെ പോലെ കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടി അങ്ങനെ വരണമെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം സ്നേഹം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കണം. ഇതുപോലെ എത്ര സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്തിന്റെ ശേഷവും കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയധികം വേദനിപ്പിച്ച ഒരാളായിരുന്നു ഖാബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. ഒരു നിമിഷ കവിയായിരുന്നു. സാഹിത്യ സൃഷ്ടികൾക്കുള്ള അശ്ലീല പ്രയോഗമുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തെയും നബിയെയും ഇകഴ്ത്തിപ്പാട് റസൂലിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വ്യക്തി. മക്ക വിജയത്തിന്റെ അന്ന് താൻ ചെയ്ത തെറ്റുകളോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി നിൽക്കാൻ വരെ അദ്ദേഹത്തിന് മടിയായിരുന്നു. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ആ നിമിഷ കവിക്ക് ഒരു സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാൾ പുതപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം. തന്റെ ഉമ്മത്തിനെ ഇത്രയേറെ സ്നേഹിച്ച ഒരു പ്രവാചകനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മരണമാസന്നമായ സമയത്തും യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുകൊണ്ട് തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.